ശബരിമല കൊടിമരക്കൊള്ള സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിഷയം മാത്രമാണ്. അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയുമില്ല എന്നുള്ളതാണ് രേഖകൾ പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷെ എത്ര ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ 1998 കാലഘട്ടം മുതൽ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളകളെ പറ്റിയിട്ട് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് സാർ. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഈ വിവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്? ഇപ്പം ചെറുവള്ളി നാരായണൻ നമ്പൂതിരി അടങ്ങുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ദേവപ്രശ്നം അവിടെ വരുന്നത്. അതായത് 2014 ജൂൺ 18 ഈ ദേവപ്രശ്നം. അതിലെന്താണ് യഥാർത്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? അതായത് എൻ്റെ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പം കേരളത്തിൽ ആദ്യമായി ശബരിമലയിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ഏറ്റവും വലിയ അഴിമതി ആദ്യം ഉണ്ടായത് VGK മേനോൻ്റെ നേതൃത്വം, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന VGK മേനോൻ നടത്തിയ അരവണപ്പായസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വൻ അഴിമതിയായിരുന്നു. അതിൽ അവർ എനിക്കെതിരെ കേസ് കൊടുത്തു. അവസാനം VS അച്യുതാനന്ദനും കേസ് കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ തെളിവുകൾ ഹാജരാക്കിയപ്പം VS അച്യുതാനന്ദൻ കേസ് പിൻവലിക്കുകയും VGK മേനോനുമായിട്ടുള്ള ഞാൻ കോടതിയിൽ അദ്ദേഹം കൊടുത്ത കേസിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ വിസ്തരിക്കുകയും അവസാനം ആ കേസിൽ എനിക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. അത് അഴിമതി നടന്നു എന്നാണ് കണ്ടത്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അത് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 300 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. അത് പിന്നെ പറയാം. ഇപ്പം ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം വ്യാപകമായ രൂപത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് LDF ഗവൺമെൻറ്റാണ്. ഇപ്പം അവർ പ്രചരണം നടത്തുന്നതിന് ഉണ്ടായുള്ള ഒരു കാര്യം പറയുന്നത് 2015 അധികാരത്തിലേറ്റ ദേവസ്വം ബോർഡാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്നാണ്. അതായത് പഴയ കൊടിമരം മാറ്റി പുതിയ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവരാണെന്നാണ് ഇപ്പോൾ വലിയ ഒന്ന് ദേശാഭിമാനി വാർത്ത ഭയങ്കര റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനിയുടെ വാർത്ത ഒന്ന് വായിച്ചു നോക്കൂ, എന്താണ് പറയുന്നത്. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അജയ് തറയിലിനെതിരെ തെളിവുകൾ ശക്തം, ഉടൻ ചോദ്യം ചെയ്യുന്നതാണ് തലക്കെട്ടോട് കൂടിയിട്ട് വാർത്ത വരുന്നത്. എന്താണ് അജയ് തറയിൽ ചെയ്ത തെറ്റ്? തെളിവുകൾ ശക്തം എന്ന് പറയുന്നത് അതിലെന്താണ് വായിക്കുന്നത് നോക്കാം. UDF ബോർഡിന്റെ ശബരിമല കൊടിമരക്കൊള്ള അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം കോൺഗ്രസ് നേതാവും മുൻ ബോർഡ് അംഗവുമായ അജയ് തറയിലിനെ ഉടൻ ചോദ്യം ചെയ്യും. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള തട്ടിപ്പാണ് അന്നത്തെ നേതൃത്വം നടത്തിയതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗൂഢാലോചന തെളിഞ്ഞാൽ പ്രതി ചേർത്ത് അറസ്റ്റിലേക്ക് കടക്കും. ശബരിമലയിൽ മേൽനോട്ടത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണർ ASP കുറുപ്പിനെയും തന്ത്രി കണ്ഠർ രാജീവരെയും ചോദ്യം ചെയ്യും. അനധികൃതമായി പണം പിരിച്ചതിലും റസീത്തോ രേഖകളോ സൂക്ഷിക്കാത്തതിലും കുറുപ്പിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട്. കൊടിമരത്തിനായി സ്വർണം സമർപ്പിച്ച സിനിമാ താരങ്ങളുടെയും വ്യവസായ പ്രമുഖരുടെയും മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തും തുടങ്ങിയ രീതിയിലാണ് ഈ വാർത്ത. അപ്പം ദേശാഭിമാനി വായിക്കുന്ന എല്ലാവരും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ദേശാഭിമാനി മാത്രമല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടിയും LDFും വളരെ വിചിത്രമായ രൂപത്തിൽ ഇങ്ങനെ ഒരു വാദഗതിയുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് കാരണം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന തട്ടിപ്പ് പുറത്തു വന്നിരിക്കുകയാണെന്നല്ലേ. കഴിഞ്ഞ 2 ദിവസമായി അതിനെക്കുറിച്ച് വലിയ തോതിൽ നടക്കുക. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ UDF ൻ്റെ കാലത്തും ഇങ്ങനത്തെ അഴിമതി ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ടാണ് ശ്രമിക്കുന്നത്. അതായത് അതിൽ ഇപ്പം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാമേജാണ്. 9 കോടിയോളം രൂപയുടെ തട്ടിപ്പിൻ്റെ വന്നത്. അപ്പം അതിനെ മറികടക്കാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് പബ്ലിക്കായി കണ്ടെത്തിയിരിക്കുന്നത് ഈ ശബരിമല ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടത് എന്താ പറയുക, ഈ 2016 നടന്ന ഈ കൊടിമര മാറ്റിയത് സംബന്ധിച്ച് ആരാണ് തീരുമാനം എടുത്തത്, എങ്ങനെയാണ് തീരുമാനം എടുക്കാനുള്ള കാരണമായത്? അതിൽ പറയുന്നത്, അതിൽ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന അജയ് തറയിൽ പറഞ്ഞു അവിടെ അതിൽ എന്തൊക്കെയോ ആ കൊടിമരത്തിൽ തകരാറുണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തതെന്നുള്ളതൊക്കെ ആണ് വാർത്തകൾ പറയുന്നത്. എന്നാൽ യഥാർത്ഥം അങ്ങനെയല്ല. യഥാർത്ഥ സത്യം വളരെ കൃത്യമായി തന്നെ ഹൈക്കോടതി അംഗീകരിച്ച രേഖയുണ്ട്. അത് ഞാൻ പറയാം. ഞാൻ ഇടപെട്ടോട്ടെ. ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഇടത് ക്യാമ്പിൽ നിന്ന് സൈബർ വിങ്ങിൽ നിന്നും പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിമരത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, സ്വർണം ഈ കൊള്ള നടത്താൻ വേണ്ടി മാത്രമാണ് ഈ കൊടിമരം മാറ്റിയത് എന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ അതല്ല വസ്തുത. അപ്പം ഞാൻ അതിന് അടിസ്ഥാനമായ 2 രേഖകൾ ഇപ്പം ഞാൻ കാണിക്കാം, അത് വായിക്കുകയും ചെയ്യാം. 2014 ജൂൺ 18 അഷ്ടമംഗല പ്രശ്നച്ചാർത്ത് നടത്തുന്നത്.
അതിൽ ദൈവജ്ഞന്മാരായിട്ട് ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ, ഈ 3 പേരാണ് അതിൽ പങ്കെടുത്തിരുന്നത്. അത് ആരുടെ ഭരണകാലത്താണെന്ന് അറിയാമോ? MV ഗോവിന്ദൻ നായർ പ്രസിഡന്റായ കാലത്താണ്, ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കാലത്താണ് ഇങ്ങനെ തീരുമാനമെടുക്കുക. അന്ന് ഉണ്ടായിരുന്ന സുഭാഷ് വാസുവും PK കുമാരൻ MLAയും ex-MLAയും 12 MLA ആയിരുന്നു. ഇവരുടെ ദേവസ്വം ബോർഡ് ആണ് ഈ കാലത്താണ് ഈ ഇങ്ങനെ അഷ്ടമംഗല അതിലെന്താ 43 കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവരെ ഈ അഷ്ടമംഗല ചാർത്തിൽ അവർ പ്രശ്ന ചാർത്തിൽ അതിൽ കണ്ടെത്തിയ 43 കാര്യങ്ങളിൽ 15ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ അറിയോ? കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്. മെറ്റാലിക് കൊണ്ടുള്ള പെയിന്റ് ചെയ്തുകൊണ്ട് ഉണ്ടായ ലേപനക്രിയ ചെയ്തുകൊണ്ട് ഭയങ്കര ദോഷം ഉണ്ടായി എന്നാണ് പറയുന്നത്. ജീർണതാ ലക്ഷണമുണ്ട്, ആ കൊടിമരത്തിന് ജീർണത വന്നു എന്നാണ് പറയുന്നത്. ആകയാൽ പൂർണ്ണമായും ഉത്തമമായ തടി കൊണ്ടുള്ള നൂതന ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. 43 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഒരു ഇതിനെ സംബന്ധിച്ച് പെറ്റീഷൻ ഫയൽ ചെയ്തു ദേവസ്വം ബോർഡ്. അതെന്താണെന്ന് പറയാമോ വിധി വന്നത്? അതിൻ്റെ 3/8/2016 വിധി. അതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ഡെപ്യൂട്ടി എക്സാമിനർ ഫോർ ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് ആണ് റെസ്പോണ്ടൻ്റ് ആയിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. Petition praying that in the circumstances stated in the affidavit filed therewith, the High Court be pleased to permit the Travancore Devasam Board to implement Annex D decision and undertake the erection of the new gold-plated flag post at Shabarimala Sri Dharma Shastra Temple. This DBA coming on for orders. Upon producing the petition and the affidavit filed in support thereof, and upon hearing the arguments of V. Krishna Menon, standing counsel for the petitioner, Devasam Board, government pleader for respondent, and Sri ASP Kurup, advocate commissioner, the court passed the following. എന്ന് പറഞ്ഞിട്ടാണ്, അതായത് ഈ പറയുന്ന പ്രശ്ന ചാർത്തിന് ശേഷം അഷ്ടമംഗല പ്രശ്നചാർത്തിന് കണ്ടെത്തിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊടിമരം മാറ്റുന്നത് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കോടതി എങ്ങനെയാണ് കടന്നത് നോക്കാം. അതിൽ പറയുന്നത് perused the affidavit and materials submit, അതിൻ്റെ ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ്. perused the affidavit and materials submitted thereto, we have seen the documents, evidence and the requirements to carry out the installation of new flag post which will be gold plated. We also noticed that teak wood is identified and is being made available. We also record the suggestions of Travancore Devasam Board that work will be carried out entirely at the expense of the company mentioned in the application Annex D order, and that construction should be undertaken in the manner stated in paragraph 2 thereon under the supervision of Tiruvangur Commissioner, Devasam Chief Engineer and Advocate ASP Kurup. 3 പേരുടെ നേതൃത്വത്തിൽ സൂപ്പർവിഷനിലാണ് ഈ കൊടിമരം ഇത് മാറ്റേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. Approval for the work is hereby granted and the work shall be commenced and proceeded with expeditiously. We also direct all elements of gold in the form of paras or otherwise in connection with the existing flag mast as well as any other valuable items will be retained and accounted by the Travancore Devasam Board following due to procedure as per custom. The bata remuneration and expenses for the Advocate Commissioner will be affixed later on, awaiting first report of the Advocate Commissioner on post on 25/8/2016. 25/8/2016 അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറിപ്പിന് കൂടെയുള്ള 3 പേര് കൂടിയുള്ള അഡ്വക്കേറ്റ് കമ്മീഷണർ ആണ് ഉള്ളത്, കോടതി നിശ്ചയിച്ചിട്ടുള്ളത്. അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് വന്ന ശേഷമാണ് എന്ത് കൊടിമരം മാറ്റേണ്ടത് എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. അത് എങ്ങനെയായിരിക്കണം? കുറിപ്പിന്റെ അടക്കം മേൽനോട്ടത്തിൽ മാത്രമല്ല, തിരുവാഭരണം കമ്മീഷൻ ഉണ്ടായിരിക്കണം, ദേവസ്വം ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരിക്കണം. ഇവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ്, ഇവരുടെ റിപ്പോർട്ടാണിത്. ദേവസ്വം ബോർഡ് അങ്ങനെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ മേൽനോട്ടത്തിലാണ് നടത്തേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് 2015 ശേഷമുള്ള ഇതിലിപ്പോ ഇവരൊരു നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം എന്ന് ദേശാഭിമാനി എഴുതുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് നമുക്ക് അറിയുന്ന കാര്യം. പഴയ കൊടിമരത്തിലെ കമ്പികൾ ദ്രവിച്ചിരുന്നു എന്ന് അജയ് തറയിൽ ചാനലിൽ പറഞ്ഞിരുന്നു. എന്നാൽ കൊടിമരത്തിന്റെ കോൺക്രീറ്റിനോ കമ്പികൾക്കോ കുഴപ്പമില്ലെന്ന് ചിത്രങ്ങൾ വന്നതോടെ വ്യക്തമായി. അതായത്
ഇപ്പൊ കൊടിമരം മാറ്റാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ദേവപ്രശ്നമാണ്. അതെ. അപ്പൊ പിന്നെ ഇതിലെന്താ അടിസ്ഥാനം ഉള്ളത്? ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ഗീബൽസ് എങ്ങനെയാണോ പ്രചരിപ്പിച്ചിരുന്നത്, ഒരു കള്ളം വീണ്ടും വീണ്ടും ആവർത്തിച്ച കള്ളമായി തീരും, അല്ല സത്യമായി തീരും. ശരിക്കും സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശാഭിമാനിയൊക്കെ ഈ മഞ്ഞപത്രത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് കഷ്ടകരമാണ് ശരിക്കും പറഞ്ഞാൽ. മഞ്ഞപത്രമായി തീർന്ന സ്ഥാനത്തെ മഞ്ഞപത്രത്തിന്റെ ഇതിലേക്ക് എന്നുള്ളതല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയല്ലേ പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ഇപ്പൊ അവർ കുടുങ്ങിയിരിക്കുകയാണ് മൊത്തത്തിൽ. ഏതെടുത്താലും ഈ 2015 ശേഷമുള്ള പിണറായി സർക്കാർ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ക്രമക്കേടുകളും തട്ടിപ്പുകളാണ് മുന്നിലുള്ളത്. ആ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മറികടക്കാൻ എങ്ങനെയെങ്കിലും UDFന്റെ ദേവസ്വം ബോർഡിനെ ഇതിനകത്ത് പ്രതികളാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് അവിടെ ഇതായല്ലോ, പ്രശ്നത്തിൽപ്പെട്ട് UDFന് പിന്നെ അതിന് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് മുഴുവൻ പ്രകമ്പനം കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം. അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രശ്നമാണ് നമ്മുടെ അയ്യപ്പ സംഗമത്തിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിനെ മറികടക്കാൻ പറയുന്നതോ പച്ചക്കള്ളങ്ങളാണ് തെളിയിക്കുന്ന രേഖയാണ് നമ്മളിപ്പം പുറത്തുവിടുന്നത്. ഈ രേഖ എന്ന് പറയുന്നത് ഏതെങ്കിലും രേഖയല്ല, ഹൈക്കോടതി ഡിസിഷനാണ്. അഷ്ടമംഗല ഇതിന്റെ നടന്ന ഇതുണ്ടല്ലോ, അഷ്ടമംഗലയുമായി ബന്ധപ്പെട്ട് നടന്ന അതിന്റെ മിനിറ്റ്സ് ആണ്, അവർ എഴുതിയ സാധനങ്ങളാണ്, അവർ കൊടുത്ത ചാർത്താണ് നമ്മൾ ഇതിന്റെ വായിക്കുക. അഷ്ടമംഗല പ്രശ്ന ചാർട്ട്, ഇതാണ് ആ രേഖ. നമ്മൾ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ പറഞ്ഞു കൂട്ടുന്നതെല്ലാം പച്ചക്കള്ളമാണ്, യാതൊരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. ഇതിലെ ഈ 2015 ശേഷമുള്ള ബോർഡിന് യാതൊരു ഉത്തരവാദിത്വവും ഇതുമായിട്ടില്ല. അവര് ഹൈക്കോടതി ഉത്തരവ് അനുസരിക്കുക, ഈ പറയുന്ന ആളുകളെ മേൽനോട്ടത്തിൽ നടക്കുക എന്നാണ്. ഇത് പറഞ്ഞ് ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് വേണ്ടി ഇതിനകത്ത് പവറില്ല. പവർ ആർക്കാണ്? മേൽനോട്ടം വഹിക്കുന്നവർക്കാണ്. ആ മേൽനോട്ടം വഹിച്ചവരാണ്, അവരെയല്ലേ ചോദ്യം ചെയ്യേണ്ടത്. എനിക്ക് ഇതിൽ സങ്കടം തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ വാർത്ത മാത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഇത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനമുണ്ട് കേരളത്തിൽ. അവരപ്പോ യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയല്ലേ? അതായത് കേരളത്തിൽ ഇപ്പം തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരെ മാറിയിരിക്കുകയാണ് CPM-ഉം അവരെ സംഘടന. തിരിച്ചടിയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തിരിച്ചടി. ഗ്രൗണ്ടിലടക്കം, താഴേക്കടയിലുള്ള ഗ്രൗണ്ടിലടക്കം കിട്ടി. പഞ്ചായത്തുകളിലടക്കം ഭൂരിപക്ഷം UDFന് കിട്ടിയത് UDFനോടുള്ള താല്പര്യമല്ല. ഇവര് ഈ ശബരിമല കൊള്ളയിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ദേവസ്വം ബോർഡ് നടത്തിയ വലിയ അഴിമതി, അല്ലെങ്കിൽ തന്നെ പിണറായി വിജയൻ ഇങ്ങനെ അഴിമതിയിൽ കൂമ്പാരത്തിൽ നിൽക്കുകയാണ്. ജനങ്ങൾക്ക് വെറുത്ത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് സ്വർണ്ണക്കൊള്ളന്റെ പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നം അതിന്റെ കത്തി പടർന്നു നിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആ സംഭവം ഉണ്ടല്ലോ, കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ശരി, എന്തായാലും ചെറുവള്ളി നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടിമരം മാറ്റൽ നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കും. അല്ല, ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഇവർ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പെറ്റീഷൻ എത്ര നമ്പർ അറിയാമോ? DBA നമ്പർ 13/2016 ആർക്കും കിട്ടും. DBA നമ്പർ 13/2016 എന്ന് പറയുന്ന നമ്പറിലുള്ള ഓർഡറിൽ കൃത്യമായിട്ട് പറയുകയാണ് ഇത് ഈ പ്രശ്നത്തിന് മുകളിൽ ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നു. അതിൽ ഇവർക്കൊക്കെയാണ് ഉത്തരവാദിത്തം കൊടുത്തത്. ആർക്കൊക്കെ? ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം ചീഫ് എഞ്ചിനീയർ, അഡ്വക്കേറ്റ് ASP കുറിപ്പ്, വേറെ ആൾ കൂടി ഉണ്ട്. ഇത് അവിടെ എന്ത് നടത്തണമെങ്കിലും ആര് വേണം? സ്പെഷ്യൽ കമ്മീഷണർ വേണം. സ്പെഷ്യൽ കമ്മീഷണർ ആരാണ്? പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ആരാണോ ആ സമയത്ത്? അദ്ദേഹമാണ്. അദ്ദേഹം കൂടെ എവിടെ ഉണ്ടാവണം അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ. അദ്ദേഹത്തിന് കൂടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അദ്ദേഹം കൂടി സാക്ഷിയായി വരുന്ന ഒരു കാര്യമാണ് CPM ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജാണ്. ഈ സംഭവം നടക്കുമ്പോൾ 2016 നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന കാര്യത്തിലാണ് ഇത് ദുരൂഹതകളുണ്ട്, തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പോവാം. ഓക്കെ, നന്ദി, നമസ്കാരം.